ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് ബോണ്ട് നോക്കാം. ഇംഗ്ലീഷ് ബോണ്ടിൽ അറേഞ്ച്മെൻറ്റ് വരുന്നത് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ ലെയ്ഡ് ഇൻ അൾട്ടർനേറ്റീവ് കോഴ്സ്. ഒരു കോഴ്സ് ഫുള്ള് സ്ട്രക്ചർ, ദെൻ അടുത്ത കോഴ്സ് ഫുള്ള് ഹെഡർ. ആ ഒരു രീതിയിലാണ് ഇംഗ്ലീഷ് ബോണ്ടിൽ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ദെൻ ഈച്ച് ആൾട്ടർനേറ്റീവ് ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ. അപ്പോൾ അൾട്ടർനേറ്റീവായിട്ട് വരുന്ന ഹെഡേഴ്സ് അതിന് താഴെ വരുന്ന സ്ട്രക്ചറിന് സെൻട്രലായിട്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഇംഗ്ലീഷ് ബോണ്ട് സ്ട്രോങ്ങസ്റ്റ് ബോണ്ടാണ്. പ്രൊവൈഡ് റഫ് അപ്പിയറൻസ് ആണ് ഇംഗ്ലീഷ് ബോണ്ട് നൽകുന്നത്. റിക്വയർഡ് ലെസ് സ്കില്ലാണ്. ദെൻ കോസ്റ്റ്ലി ആണ്. ബ്രിക്ക് ബേഡ്സ് ആർ നോട്ട് യൂസ്ഡ്. നമ്മളിവിടെ ക്വീൻ ക്ലോസറാണ് യൂസ് ചെയ്യുന്നത്. മോർ മോട്ടാർ റിക്വയർഡ്. ദെൻ അടുത്ത ഫ്ലെമിഷ് ബോണ്ട് നോക്കാം. ഫ്ലെമിഷ് ബോണ്ടിലേക്ക് വരുമ്പോൾ ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ ലെയ്ഡ് ആൾട്ടർനേറ്റീവ്ലി ഇൻ ഈച്ച് കോഴ്സ്. ഓരോ കോഴ്സിലും ഹെഡേഴ്സും ഉണ്ട് സ്ട്രക്ചേഴ്സും ഉണ്ട്. ആ ഒരു തരത്തിലാണ് ഫ്ലെമിഷ് ബോണ്ട് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. എവറി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ ബിലോ ഇറ്റ്. ആ ഫ്ലെമിഷ് ബോണ്ടിലെ എല്ലാ ഹെഡറും അതിന് താഴെ വരുന്ന സ്ട്രക്ചറിൻ്റെ മിഡിലായിട്ട് സെൻറ്ററിലായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കും. ഇംഗ്ലീഷ് ബോണ്ടിനേക്കാൾ വീക്കാണ് ഫ്ലെമിഷ് ബോണ്ട്. പ്രൊവൈഡ് ഗുഡ് അപ്പിയറൻസ് ആണ് ഫ്ലെമിഷ് ബോണ്ട് നൽകുന്നത്. റിക്വയർഡ് മോർ സ്കിൽ. എക്കണോമിക്കലാണ്. ആസ് ബ്രിക്ക് ബേഡ്സ് ആർ യൂസ്ഡ്. ബ്രിക്ക് ബേഡ്സ് നമ്മളിതിൽ യൂസ് ചെയ്യും. സോ മോർ മോട്ടാർ റിക്വയർഡ് ഫോർ അഡീഷണൽ ജോയിൻറ്റ്. അഡീഷണൽ ജോയിൻറ്റ് വരുന്നത് കൊണ്ട് കൂടുതൽ മോട്ടാർ നമുക്ക് ആവശ്യമായിട്ട് വരും.